രാഹുൽ ഗാന്ധിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും ഇത് പറഞ്ഞിരുന്നു. പൂനെ കോടതിയിൽ സവർക്കർ കേസ് പരിഗണിക്കവേ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മിലിന്ദ് ദത്ര, പ്രിയ പവർ മുഖേന എന്നിവർ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ഉള്ളത്. തനിക്കെതിരായ കേസിലെ പരാതിക്കാരൻ സത്യേകി സവർക്കറുടെ വംശപരമ്പരയുടെ പേരിലാണ് തനിക്ക് ഭീഷണിയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കോടതിയെ അറിയിച്ചത്. അതിന് വ്യക്തത വരുത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ തൻ്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. 79ാം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാന്ധി ഘാതക സംഘടനയായ RSSനെ വെള്ളപൂശുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഴുത്തറക്കുന്ന മോദിയെ നമുക്ക് കാണാം. സർക്കാരിൻ്റെ നടപടികൾക്ക് മേൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ചോദ്യശരങ്ങളും അക്കമിട്ട് നിരത്തുന്ന തെളിവുകളും BJPയുടെ അധികാര കേന്ദ്രങ്ങളെ തെല്ലൊന്നുമല്ല കടപുഴക്കുന്നത്. നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളയുടെ തെളിവുകൾ, അതിൽ BJPയുടെ നേരിട്ടുള്ള ഭാഗധേയം വ്യക്തമാക്കുന്ന ശബ്ദിക്കുന്ന തെളിവുകൾ മോദിയുടെ സിംഹാസനത്തിന് ഇളക്കം വരുത്തി കഴിഞ്ഞു. ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് കനകസിംഹാസനത്തിൻ്റെ പകിട്ടിൽ രാജവാഴ്ചയുടെ അഹങ്കാരത്തിൽ ജനാധിപത്യത്തെ ചവിട്ടിമെതിച്ച് ഇന്ത്യയിൽ വർഗീയ അന്തചിത്രം നടത്തി പഴയ നാട്ടുഭരണത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന RSS അജണ്ട ഇന്ത്യയുടെ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മഹാമേരു പോലെ നിന്ന് ഇന്ത്യയെ തൻ്റെ വക്ഷത്തിൽ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി ഭരണഘടനയെയും ജനാധിപത്യത്തെയും നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ അഭിമാനത്തെയും സംരക്ഷിക്കാൻ യുവ തുർക്കിയായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ അംഗക്കലിപ്പൂണ്ട മോദിയുടെ പക രാഹുലിനെതിരെ തിരിയുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഒരു പ്രേരണയുടെ ഫലമായിരുന്നില്ല, മറിച്ച് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. RSS എന്ന എക്കാലത്തെയും വർഗീയ ശക്തി അന്ന് 1948 ലോകം ആരാധിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ബ്രിട്ടീഷുകാർ പോലും ആരാധിച്ചിരുന്ന മഹാത്മാഗാന്ധിയെ കൊന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ മഹാത്മജിയെപ്പോലെ ഇന്ത്യയെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവനാണ്. പുതിയ കാലത്ത് വർഗീയവൽക്കരിക്കപ്പെട്ട ഇന്ത്യയെ രക്ഷിച്ചെടുക്കാൻ പുതിയ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുന്ന നേതാവാണ്. മതേതരത്വത്തിൻ്റെ കാവൽക്കാരനായി വന്നവനാണ്. അവർ നിങ്ങളെ ഭയപ്പെടുന്നു. മോദി സർക്കാർ അധികാരത്തിൽ ഏറിയത് മുതൽ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി അന്നും പറഞ്ഞിരുന്നു, വോട്ടിംഗ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന്. EVM മാറ്റി ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആദ്യം മുതലേ രാഹുൽ ഗാന്ധിയുടെ ആവശ്യമായിരുന്നു. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി അന്നുയർത്തിയ വാദം ശരിയാണ് എന്ന് വ്യക്തമാകുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അത് തെളിവോടുകൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യ ധ്വംസനം ചൂണ്ടിക്കാട്ടിയ ലോകസഭാ പ്രതിപക്ഷ നേതാവിന് നേരെ ഭീഷണിയുടെ അലയൊലികൾ ഉയരുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടും എന്ന ഭയമാണ് ഇന്ത്യക്ക്. പക്ഷേ തെല്ലും ഭയാശങ്കകളില്ലാതെ കർണന്റെ കവചകുണ്ടലങ്ങളും എടുത്തണിഞ്ഞ് രാഹുൽ സർക്കാരിനെതിരെ സമരക്കാഹളം മുഴക്കുമ്പോൾ മോദി എന്ന ഭരണാധികാരിയുടെ പോയി മുഖമാണ് അഴിഞ്ഞു വീഴുന്നത്. ഗോഡ്സെമാർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ദേശീയതയുടെ രക്തത്തിനായി ദാഹിച്ച് അവർ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ്. വോട്ട് ചോർ സർക്കാർ എന്ന് രാഹുൽ വിളിച്ചു പറയുമ്പോൾ അത് മോദിയുടെ അങ്കലാപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ചരിത്രം പിന്നോട്ട് തികഞ്ഞാൽ കൊലപാതക പരമ്പരകൾ കൊണ്ട് പകച്ചുപോയ ഒരു കുടുംബത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കാണാം നമുക്ക്. രാഹുൽ ഗാന്ധിയിലൂടെ, പ്രിയങ്ക ഗാന്ധിയിലൂടെ. തീവ്രവാദത്തിന് ഒരു മുഖമല്ല, അനവധി മുഖങ്ങളുണ്ട്. ഗാന്ധിയെ കൊന്നത് വർഗീയ തീവ്രവാദമെങ്കിൽ രാഷ്ട്രീയ തീവ്രവാദവും വംശീയ തീവ്രവാദവും രാജ്യ തീവ്രവാദവുമൊക്കെ ബീഭത്സമായി ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. തൻ്റെ പരമ്പരയിലുള്ള 2 പ്രധാനമന്ത്രിമാർ, മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും അച്ഛൻ രാജീവ് ഗാന്ധിയും
ദേശീയതയ്ക്ക് വേണ്ടി വലിയ വില കൊടുത്തവരാണ്. ഇപ്പോഴിതാ തൻ്റെ സഹോദരനും വേട്ടയാടപ്പെടുന്നു. ദേശീയതയ്ക്ക് വേണ്ടിയാണ് തൻ്റെ സഹോദരൻ നിലകൊള്ളുന്നത്. ഈ ഭീഷണികളെ തികഞ്ഞ പുച്ഛത്തോടെ തള്ളിക്കളയാനുള്ള ആർജവം തങ്ങൾക്ക് ചെറുപ്പത്തിലെ കൈവന്നിട്ടുണ്ട്. തങ്ങളുടെ മുന്നിൽ നടന്ന മുത്തശ്ശിയുടെയും അച്ഛൻ രാജീവിൻ്റെയും കൊലപാതകങ്ങളിൽ നിന്ന് ഞങ്ങൾ അത് ആർജിച്ചെടുത്തിട്ടുണ്ട്. വംശീയ തീവ്രവാദത്തിൽ ഇന്ദിരാഗാന്ധി സ്വവസതിയിൽ അംഗരക്ഷകരുടെ വെടിയേറ്റ് ചോരവാർന്ന് മരിച്ചതും തമിഴ് പുലികളുടെ വംശീയ തീവ്രവാദത്തിൻ്റെ ഇരയായി രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ ചിന്നിച്ചിതറിയതുമൊക്കെ ആത്യന്തികമായി തീവ്രവാദം എന്ന ഭീകരതയിലാണ്. അതേ തീവ്രവാദം ഇന്നും ആഭ്യന്തരമായി BJP സംഘപരിവാറിൽ തീറ്റിപ്പോറ്റുന്നുണ്ട്. അതിലേക്കാണ് രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടിയത്. നാളെ ബീഹാറിൽ ആഗസ്റ്റ് 17 തുടങ്ങുന്ന വോട്ടധികാർ യാത്ര സെപ്റ്റംബർ 1 പാറ്റ്നയിൽ മെഗാ വോട്ട് അധികാർ യാത്രയായി അവസാനിക്കും. ബീഹാർ സംസ്ഥാനത്തിൻ്റെ 25 ജില്ലകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരിക്കും അത് കടന്നു പോവുക. തേജസ്വി യാദവ് കൂടി ഈ മഹായാത്രയുടെ ഭാഗമാകുമ്പോൾ അത് ചരിത്ര സംഭവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അലയടിക്കും. BJPയുടെ അധികാര കോട്ട കൊത്തളങ്ങൾ പ്രകമ്പനം കൊള്ളും. സംഘപരിവാർ സിംഹാസനങ്ങൾ കടപുഴകും. രാജ്യം പുതിയൊരു സ്വാതന്ത്ര്യത്തിനായി തയ്യാറാകും. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ രക്ഷകൻ ഇന്ത്യയെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.